നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് കണ്ട അക്ഷരാർത്ഥത്തിൽ ഞാൻ ചിരിച്ച് തലകുത്തി കേട്ടാ. സത്യം പറഞ്ഞാണല്ലോ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയെ, അതായത് ഈ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് മന്ദബുദ്ധിക്കും അല്ലെങ്കിൽ ഏത് മരപ്പൊട്ടനും ചില അംഗീകാരങ്ങളൊക്കെ ഈ സംഖ്യകൾ കൊടുക്കും. അത്തരത്തിൽ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു മോനാണ് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു ഒന്നാം തരം പരമ ഊള. കാരണം ഇവൻ കുറെ കാലമായിട്ടിരുന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ടും മുസ്ലിങ്ങളെ കുറിച്ചിട്ടും തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. അതോടൊപ്പം തന്നെ ഇവൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇവർ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹീത നിമിഷമാണ്. കഴിഞ്ഞ 4 വർഷത്തിലേറെയായി സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടിയും രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ജിഹാദികൾക്കെതിരെയും, അതായത് അവൻ്റെ ബാപ്പയില്ലേ, ജിഹാദികൾക്കെതിരെയും ഞാൻ നടത്തിയ പോരാട്ടം ഇന്ന് കേരളത്തിൻ്റെ ഗവർണർ ബഹുമാനപ്പെട്ട രാജേന്ദ്ര വിശ്വനാഥ് അർക്കോൽക്കർ അംഗീകരിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു ഇവൻ്റെ ഒരു പോസ്റ്റ്. അതായത് ജിഹാദി എന്ന് പറയുന്നത് ഇവനിക്ക് ജന്മം നൽകിയിട്ടുള്ള അവൻ്റെ മാതാപിതാക്കൾ ഒരർത്ഥത്തിൽ ജിഹാദികളാണല്ലോ അവർ. അപ്പോൾ ആ ജിഹാദിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹറാം പറഞ്ഞ ജിഹാദിയാണ് ഈ പറയുന്ന പിഴച്ച സന്തതി. അതുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ അമേദ്യം അമൃതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കോരി കുടിച്ചിട്ട് ഈ ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരം പറയും. ഇതാണ് ആ ഫോട്ടോ. ഇവന് ഭയങ്കര ഒരു അംഗീകാരം കൊടുത്തു. അതായത് സകലമാന ചാനലിനകത്തും വിളിച്ചിരുത്തി ഇവനെ ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടെ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ മൂക്കത്ത് കൈവച്ച് പോവുക. കാരണം ഇതുപോലത്തെ വിവരം കെട്ട വിവരദോഷികളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഇവരിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന നാറികൾക്ക് മാത്രമല്ലേ ഇതിന് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ വ്ളോഗർ ഷെഫീനായ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പുള്ളിക്കാരി ഇവൻ്റെ സഹോദരിയുടെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്ലാമിക രീതിയിലായിരുന്നു ഈ സഹോദരിയുടെ വിവാഹം നടന്നത് കേട്ടോ. മഹല്ലറിഞ്ഞ് ബാപ്പ വന്നു, പിന്നെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ബാപ്പായും കൂടി ഇരുന്നുകൊണ്ട് ഇസ്ലാമിക രീതിയിൽ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന വാർത്തകളൊക്കെ ഇവൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ ഇവർ ഇട്ടിരുന്നു. അതായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ നിക്കാഹ് വിചാരിച്ചതിലും ഭംഗിയായ രീതിയിൽ എനിക്ക് നടത്താൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഷെഫീന ബീവി ഒരു വീഡിയോ ചെയ്തു. അതായത് നാഴികയ്ക്ക് 40 വട്ടം സംഘപരിവാറിനും കാസയ്ക്കും വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ പരനാറിയുടെ സഹോദരിയുടെ കല്യാണം ഈ മഹൽ എന്ത് അടിസ്ഥാനത്തിലാണ് നടത്തി കൊടുക്കുന്നത് ചോദിച്ചുകൊണ്ടാണ് അവരൊരു വീഡിയോ ചെയ്തത്. ഒരു പക്ഷേ ചിലപ്പം ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തലതിരിഞ്ഞു പോകും, ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ ഇസ്ലാമിക രീതിയിലായിരിക്കും വരുന്നത്. അപ്പം ഒരു മഹൽ എന്ന അടിസ്ഥാനത്തിൽ ആ മഹലിന് ഈ ഇവൻ്റെ മാതാപിതാക്കളോട് ചോദിക്കാനായിട്ടുള്ള ഒരു റൈറ്റ്സ് ഉണ്ടല്ലോ. കാരണം നിങ്ങളുടെ മകൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയുന്നു, ഇതിനൊരു റീസൺ ഇന്നേ വരെ ഈ പറയുന്ന മഹലിൽ ആരും ചോദിച്ചിട്ടില്ല. അപ്പം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതിന് ശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഷെഫീന ബീവിയെ ഏതോ ഒരു ചാണക സംഖ്യ വിളിച്ചിട്ട് അസഭ്യം പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം എനിക്ക് ഈ ഷെഫീന പോസ്റ്റ് ചെയ്ത് തന്നിരുന്നു. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ സംഘപരിവാർ കാണിച്ചാലും പറയും, ഇവിടുത്തെ മുസ്ലിം മതപണ്ഡിതന്മാർ കാര്യം കാണിച്ചാലും പറയും, തെറ്റ് കാണിച്ചാൽ അവർ തെറ്റാണെന്ന് തന്നെ വിമർശിക്കുന്ന ഒരു വ്ളോഗറാണ് അവർ. അപ്പം ഇവനെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവനെന്തോ അങ്ങോട്ട് കുരുപൊട്ടിയെന്നുള്ള. കാരണം ഇവനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് സംഘികൾക്ക് മാത്രമല്ലേ ഊത്തലുണ്ടാകത്തുള്ളൂ. അല്ലാതെ ഇവിടുത്തെ നല്ല എന്താ പറയുക അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിട്ടുള്ള ഒരാൾക്കും ഈ നാറിയെ കുറിച്ചിട്ട് പറഞ്ഞാൽ വേദനിക്കണമെന്നൊന്നുമില്ല. അപ്പം ഈ സംഘിക്ക് വേദനിച്ചു. സംഘി നമ്മുടെ ഷെഫീനായെ വിളിക്കുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കേൾക്കുക. കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കേൾപ്പിക്കാതിരിക്കുക. കാരണം അതൊരു ഇച്ചിരി ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ 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 ഷഫീന അതെ അതെ മാം, എൻ്റെ പേര് സുജീഷ് കുമാർ. ഞാൻ പത്തനംതിട്ട റാന്നിയിൽ നിന്നാണ് വിളിക്കുന്നത്. മാം, മാത്തിൻ്റെ യൂട്യൂബിൻ്റെ ഇത് കണ്ടായിരുന്നു, രേണുസിയെ കുറിച്ചിട്ട് വരുന്നു പറഞ്ഞൊക്കെ. അപ്പോൾ മാഡം ഒന്ന് ആലോചിക്കണം, നമ്മുടെ കാരാട്ട് ഫൈസൽ എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ പെങ്ങളുടെ കല്യാണം പിന്നെ മുടക്കാൻ വേണ്ടി മാഡം ഒരുപാട് സ്വാഗതം സംസാരിച്ചായിരുന്നല്ലോ. അപ്പം മാഡം ഇപ്പം അവരെ പറയേണ്ട കാര്യം മനസ്സിലായില്ല എന്താ? നമ്മുടെ കാരാട്ടില് ഫൈസൽ എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ, അത് നമ്മുടെ BJP സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോഴല്ല ഒരു 2-3 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നല്ലോ. ഫസൽ കാരാട്ട്. അതെ അതെ അതെ. അപ്പൊ മാഡം വന്നിട്ട് ആ കുഞ്ഞിന്റെ കല്യാണം മുടക്കാൻ വേണ്ടി മാഡം ഒരുപാട് വാദോരാതെ പറയുന്നൊക്കെ കേട്ടായിരുന്നു. കല്യാണം മുടക്കാനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആരും മാഡം അത് മുഴുവൻ രണ്ടാമത് വീഡിയോ ഒന്ന് എടുത്തു നോക്കും മാം.
എന്തിനാ കാര്യം- വീഡിയോ ഇട്ടത് ഞാനാണെങ്കിൽ അല്ല അദ്ദേഹത്തിന് പോട്ടെ, ഓക്കെ, അദ്ദേഹം പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നതോ എന്തിലായിക്കോട്ടെ. ഏത് ദേഹം? ഫസൽ കാരാട്ടോ? അതെ അതെ, ജവൻ ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റിക്കെതിരെ വായു തോരാതെ ഇസ്ലാമിയരെല്ലാം തീവ്രവാദി എന്ന് പറയുന്നത് അവരെ അദ്ദേഹം അത് പറഞ്ഞ മേഡം ദേഷ്യപ്പെടാതെ നീ എന്റെ സംസാരിക്കേണ്ട കാര്യം എന്തുവാ? ഏത് അദ്ദേഹം? ഇസ്ലാമിയെ തീവ്രവാദികൾ സമ്മതിച്ചു. അപ്പം നിങ്ങളെ ഞാൻ എന്താ വിളിക്കണം? ജിഹാദി എന്ന് വിളിക്കണം നിങ്ങളെ? നിന്റെ തങ്ക ഫ്രോഡ്, നിന്റെ തങ്ക പടു നായിന്റെ മോനെ പറയുമ്പോ കേൾക്കാൻ പറ്റില്ല. നീ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വെച്ചിരുന്നു എല്ലാവർക്കും. കണക്ട് ചെയ്യും പെട്ടെന്ന്. ഹലോ ഹലോ, കൂടെ വിളിച്ച വീട്ടിൽ കയറി ഞാൻ പെട്ടെന്ന്. അത് നീ നോക്ക്, നീ എന്നെ പോലെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഈ അംഗവൈകല്യം സംഭവിച്ച ഈ വികൃത ജീവിയുടെ സഹോദരിയുടെ കല്യാണം മുടക്കിയത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ സംഘി മരവാണമായിട്ടുള്ള ഈ നാറി, ഇവൻ റാന്നിയിലെങ്ങാണ്ടാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇവൻ 2 നമ്പറിലാണ് ഷെഫീന ബീവിയെ വിളിച്ചിട്ട് ഇവൻ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ, അദ്ദേഹം എന്ന് പറയുന്നത് ഇവൻ ആരാണ് ഈ നാറി? ഇവൻ ഈ സമുദായത്തെ വിറ്റ് ജീവിക്കുന്ന, സമുദായത്തെ കുറ്റം പറയുമ്പോഴത്തേക്ക് സംഖ്യകളും കാസയും ഇവന്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുമ്പോൾ അത് വാങ്ങി തിന്നിട്ട് ഇവൻ ഇവിടുത്തെ സമുദായത്തെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയുമ്പോൾ സമുദായത്തോട് കൂറുള്ള സ്നേഹമുള്ള ആളുകൾ അതിനെ തിരിച്ച് മറുപടി പറയും. അപ്പോൾ ഇവന്റെ കുറെ ശിങ്കടികളായിട്ടുള്ള ഈ സംഖ്യ നാറി വന്നിട്ട് ഷെഫീനയെ ഞെട്ടിക്കാൻ നോക്കിയാടാ. നീ കളിച്ചത് ഷെഫീന അടുത്താ. ഷെഫീന വേറെ ലെവലാണ്. കാരണം അവര് നിന്റെ വീട്ടിൽ കയറിയിട്ട് നിന്റെ കിടുങ്ങാമണി ചെത്തിക്കോട്ട് പോകും കേട്ടോ. അതുകൊണ്ട് അത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളായിട്ടൊന്നും നീ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ഇവന്റെ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. കഴിവിന്റെ പരമാവധി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാറീനെ ഒന്ന് വിളിച്ചിട്ട് ഇവന്റെ വീട്ടിലിരിക്കുന്ന ഇവന്റെ സഹോദരികൾ അല്ലെങ്കിൽ ഇവന്റെ അമ്മ, ഇവന്റെ പെങ്ങന്മാരെയൊക്കെ ആരെങ്കിലും ഇത്തരത്തിൽ ഫോൺ വിളിച്ചിട്ട് തെറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സഹിക്കത്തില്ലല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഷെഫീനയെ പോലുള്ള ആളുകൾ ഈ RSSനും സംഘപരിവാറിനും എതിരെ ശക്തമായിട്ട് സംസാരിക്കുന്നത് ഇവന്മാര് കാണിക്കുന്ന നെറുകേടുകൾ കൊണ്ടാണ്. കാരണം ഇന്ന് ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ സംഘപരിവാറോ അല്ലെങ്കിൽ ഈ RSSോ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് നമുക്ക് എവിടെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്? ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നത് കാണുന്നുണ്ടോ? ഒരു പുല്ലും ഇവന്മാരെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഇന്നലത്തെ ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു പരനാറി RSSകാരനാണ്. സ്വന്തം സംഘടനയിൽ 5-8 വർഷം പ്രവർത്തിച്ചിട്ടുള്ള 24 വയസ്സുള്ള ഒരു പാവം സഹോദരന് ഈ RSS കുണ്ടന്മാരെല്ലാം കൂടെ ശാഖയിലിട്ട് പീഡിപ്പിച്ച് ആ പയ്യൻ മനം നൊന്ത് അവൻ ആത്മഹത്യ ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ എത്രയെത്ര എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരൊറ്റൊരുത്തന് സംഘികളിൽ ഒരൊറ്റൊരുത്തന് നല്ലതില്ല എന്ന് നമുക്ക് ഉറച്ചു പറയാം. എന്തായാലും ഈ വേട്ടാവളിയൻ വിളിച്ചു, സംസാരിച്ചു, ഷെഫീനയെ തെറി പറഞ്ഞു. ഷെഫീനയുടെ ഡബിൾ ഭാഷയിൽ ഇവൻ ജീവിതത്തിൽ കേൾക്കാത്ത രീതിയിലുള്ള സംഭവം അടിച്ച് അവൻ്റെ അണ്ണാക്കി തന്നെ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇവനെതിരെ ഇപ്പൊ കേസും കൊടുത്തിട്ടുണ്ട്. പോലീസ് ചോദിക്കുന്നത്, കേസ് കൊടുത്ത സമയത്ത് പോലീസ് ചോദിക്കുക, ആവശ്യത്തിന് കൊടുത്തല്ലോ മാഡം, ഇനിയും കേസ് വേണോന്ന്. കേസ് വേണം, കാരണം പോലീസിൽ തന്നെ ഒരു വിഭാഗം സംഖ്യകളുണ്ട് കേട്ടോ. അത് നമ്മൾ മറക്കാതിരിക്കുക. എന്താണെങ്കിലും ഇതുപോലുള്ള സമൂഹ വിരുദ്ധന്മാരായിട്ടുള്ള നാറികൾക്ക് അതേ നാണയത്തിൽ അതേ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കാൻ ആംബിയറുള്ള ഉഷിരുള്ള ഒരു ഒരു സ്ത്രീ ആണ് നമ്മുടെ ഷെഫീന. ബിഗ് സല്യൂട്ട് ഷെഫീന. ഇതുപോലെ തന്നെ മറുപടി കൊടുക്കണം കേട്ടോ. ഞങ്ങൾ എന്തായാലും പിന്നിലുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.